ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കഴിഞ്ഞ ദിവസം കളിക്കളത്തിൽ നെയ്മർ ജൂനിയർ ട്രെയിനിങ് ആരംഭിച്ചിരുന്നു. റണ്ണിങ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും സാന്റോസിൽ നെയ്മർ ജൂനിയറുടെ സഹതാരമായി കൊണ്ട് കളിക്കുന്ന താരമാണ് വില്യം അരാവോ. കഴിഞ്ഞ ദിവസം നെയ്മറെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾ പറയുന്ന പോലെയുള്ള ഒരു വ്യക്തിയല്ല നെയ്മർ ജൂനിയർ. അദ്ദേഹം നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും അനുസരിക്കാതെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു വ്യക്തിയല്ല നെയ്മർ എന്നാണ് വില്യം അരാവോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മറുടെ പെരുമാറ്റത്തിൽ ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ട്. കാരണം മാധ്യമങ്ങൾ പറഞ്ഞത് നെയ്മർ ഒരു റിബലാണ് എന്നാണ്. എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന, തോന്നിയ പോലെ നടക്കുന്ന ഒരാളായിക്കൊണ്ടാണ് നെയ്മർ ജൂനിയറെ മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല. നെയ്മർ ഒന്നും നഷ്ടപ്പെടുത്തി കളയാറില്ല. സമയത്തിന് ട്രെയിനിങ്ങിന് എത്താറുണ്ട്, ട്രെയിനിങ്ങൾ എല്ലാം നൽകാറുണ്ട്. നെയ്മർ നല്ല ഒരു പ്രൊഫഷണലാണ്. ഇതാണ് വില്യം അരാവോ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയറെ മാധ്യമങ്ങൾ തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കുകയാണ് എന്നാണ് നെയ്മറുടെ സഹതാരമായ അരാവോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നാളെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. പൗലിസ്റ്റ A1-ൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ പാൽമിറാസ് ആണ് സാന്റോസിന്റെ എതിരാളികൾ. നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ ഉണ്ടാവില്ല. ആദ്യ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് നോവോ ഹൊറിസോണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സാന്റോസ് ഇപ്പോൾ കടന്നു വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.